എന്തായാലും സ്കോട്ട്ലാൻഡ് വരെ വന്നതല്ലേ, ഇവിടെയുള്ള സ്ഥലങ്ങൾ കാണാതെ പോകുന്ന മോശമല്ലേ? ഇതിന് മുന്നേ ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വരവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നില്ല. ഒരു 3-4 ദിവസം ലീവ് കിട്ടിയപ്പോൾ നമ്മൾ എപ്പോഴും നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എവിടേക്ക് പോകണം, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിന് വലിയ ട്രിപ്പിംഗ് വൈബ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 3-4 ദിവസം ലീവ് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തിനെ പറ്റി വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം സ്കോട്ട്ലാൻഡിലേക്കുള്ള ഈ ഒരു വരവ് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചൊരു കാര്യമായിരുന്നു. അത് ഈ നാട് ചുറ്റി നടന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതൊന്നും ആയിരുന്നില്ല. ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. നമ്മളെ മറ്റു ഡയലോഗ് കേട്ടിട്ടില്ലേ, ഏത് ലോകത്തെവിടെ പോയാലും സമാധാനമാണ് മെയിൻ. അതെ, സമാധാനം തടിയിലൊരു വരവും കൂടി ആയിരുന്നു നമ്മളെ യാത്ര എന്ന് വെച്ചാൽ. പൊതുവെ ഈ ആളും ബഹളവും വണ്ടിയും യാത്രയും ഇതിനകത്തൊക്കെ മാറി നിന്ന് നമ്മൾ പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ചില സമയങ്ങളുണ്ട്. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും അത് തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഇന്നത്രേ ഉള്ളൂ. ടാറ്റാ.